ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസം SIT കസ്റ്റഡിയിൽ വിട്ടു. ഗുരുതരമായ കുറ്റങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ശബരിമലയിൽ നിന്ന് പോറ്റി 2 കിലോ സ്വർണം കടത്തി. ഇതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ സഹായിച്ചു. മുരാരി ബാബുവിനെതിരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. പോറ്റിയെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരും. അതേസമയം തന്നെ കുടുക്കിയവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ പോറ്റിക്ക് നേരെ BJP പ്രവർത്തകൻ ചെരുപ്പെറിഞ്ഞു. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. റഷീദും ആർ റോഷിപാലും TV പ്രസാദും ഹരിമോഹനും ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ നിന്നടക്കം നിലപാട് വ്യക്തമാക്കുക, ഈ മൊഴിയടക്കം കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ കൃത്യമായ പങ്കുണ്ട്. അതെന്തൊക്കെയാണെന്ന കാര്യങ്ങളടക്കം പുറത്തേക്ക് വരികയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുമുണ്ട്. ഒപ്പം ഇതിൽ ഇനി ഈ കാര്യത്തിലടക്കം ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഒപ്പം ഈ പ്രതിഷേധമടക്കം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അപ്പോൾ ഇതിപ്പോൾ അവസാന നിമിഷത്തിൽ ചെരുപ്പേറടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇതിൽ ഇയാൾ പറഞ്ഞ അടക്ക കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു? ശ്രുതി, രാവിലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഏതാണ്ട് 11:30 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. സാധാരണഗതിയിൽ ലൈംഗിക അതിക്രമ കേസുകൾ പോലുള്ള കേസുകൾ പരിഗണിക്കുമ്പോൾ എന്താണോ കോടതി നടപടിക്രമം, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രം കോടതിയിൽ നിൽക്കുക, ബാക്കിയുള്ളവർ മൊത്തം കോടതിക്ക് പുറത്തു പോവുക എന്ന തരത്തിലാണ് കോടതി നടപടികൾ പോയത്. പ്രോസിക്യൂഷൻ തന്നെ ഇത് ആവശ്യപ്പെടുകയായിരുന്നു. അത് ജഡ്ജി അരുൺകുമാർ അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും ഒപ്പം റിമാൻഡ് റിപ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യവാങ്മൂലവും കൈമാറി. ഇതിൽ പറയുന്ന ഈ മൂന്നിൽ പറയുന്നതിന്റെ ആകെ ചുരുക്കമെന്ന് പറയുന്നത് 2 കിലോ സ്വർണം പോറ്റി അയ്യപ്പന്റെ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി വിറ്റു. അത് എവിടെയാണെന്ന് കണ്ടെത്തണം, അത് തിരിച്ചു പിടിക്കണം. അത് കേരളത്തിന് പുറത്തേക്കാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് പോറ്റിയെ ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ ഈ 3 സ്ഥലങ്ങളിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. 14 ദിവസത്തെ കസ്റ്റഡിയിൽ SIT കസ്റ്റഡിയിൽ പോറ്റിയെ നൽകണം എന്നതാണ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത്. അതിനെ പ്രതിഭാഗം എതിർത്തു. 4 or 5 ദിവസത്തെ കസ്റ്റഡി മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി 14 ദിവസത്തെ SIT കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നൽകുകയാണ് ചെയ്തത്. പിന്നീട് പോറ്റിയുടെ അഭിഭാഷകന് ഒറ്റയ്ക്ക് 10 മിനിറ്റ് ജൂനിയർ സൂപ്രണ്ടിന്റെ റൂമിൽ പോയി പോറ്റിയുമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. അവിടെ സംസാരവും നടന്നു. അതിനുശേഷം പോറ്റി പുറത്തിറങ്ങിയപ്പോൾ ഒരു വരിയാണ് പറഞ്ഞതെങ്കിലും അതിന്റെ ആഘാതം വലുതായിരിക്കും. തന്നെ കുടുക്കിയവർ പുറത്തേക്ക് വരും എന്നതാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോറ്റി പറഞ്ഞത്. അടുത്ത ചോദ്യമായി ആരാണ് കുടുക്കിയെന്ന് ചോദിച്ചപ്പോൾ അത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. പക്ഷേ പോറ്റി പറഞ്ഞത് അത് SIT കണ്ടെത്തട്ടെ എന്ന ഒരു വരിയാണ് പറഞ്ഞത്. ആദ്യം പോറ്റി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോറ്റി താൻ കുടുങ്ങിയെന്ന് ഏതാണ്ട് 40 മിനിറ്റ് നടന്ന അടച്ചിട്ട മുറിയിൽ നടന്ന കോടതിയുടെ നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ പോറ്റിക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ കുടുക്കിയ ആളുകളും കൂടി പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന് മാത്രമല്ല അവരുടെ പങ്ക് ഞാൻ അന്വേഷണ സംഘത്തിനോട് പറയും എന്ന് പറയാതെ പറയുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് ആ ഒരു വാചകം ആരിലൊക്കെ എത്തും എന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാനും പറ്റും. ഇനി മുരാരി ബാബു അടക്കമുള്ള ആളുകളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി. ഓക്കെ റഹീസ്, തുടരുക.